എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഓൾറെഡി ബ്രേക്കൗട്ട് തന്നിട്ടുള്ള 5 കിടിലൻ സ്റ്റോക്കുകളെ കുറിച്ചിട്ടാണ്. ഈ 5 സ്റ്റോക്കുകളും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളാണ്. ഈ അടുത്ത ആഴ്ചയിലോട്ട് നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന നിങ്ങളുടേതായിട്ടുള്ള സ്റ്റഡീസും അനാലിസിസും നടത്തണം. കിടിലൻ സ്റ്റോക്കുകളാണ്. നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പ് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റോക്ക് കൊഫോർജാണ് ഫസ്റ്റ് സ്റ്റോക്കായിട്ട് വരുന്നത്. ഒരു IT സെക്ടറിലുള്ള സോഫ്റ്റ്വെയർ സ്റ്റോക്കാണ്. ഇത് നിങ്ങൾക്കറിയാം, ഓൾറെഡി അപ് ട്രെൻഡിലുള്ളൊരു സ്റ്റോക്കാണ്. ഇപ്പോൾ ഇതുവരെ ഒരു ബ്രേക്കൗട്ട് ഈ ഒരു 6,794 ഓൾമോസ്റ്റ് 6,800 ഒരു ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്. ഇത് ഇനി ഈ ഒരു പോയിൻ്റ് മുതൽ ഒരു 5% to 10% അപ് ട്രെൻഡ് വരാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. ക്ലിയർ കട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. ക്ലിയർ കട്ട് ബ്രേക്കൗട്ടാണ് ഈ ഒരു പോയിൻ്റിൽ ക്ലിയർ കട്ട് ബ്രേക്കൗട്ടാണ് തന്നിട്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രീവിയസ് ഇവിടെ നിങ്ങൾക്ക് ഒരു ബ്രേക്കൗട്ട് കാണാം, ഇവിടെ നിങ്ങൾക്കൊരു റെസിസ്റ്റൻസ് കാണാം. ആ റെസിസ്റ്റൻസിനെല്ലാം ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു പോർഷനിൽ കറക്റ്റായിട്ട് അപ് ട്രെൻഡിലോട്ട് പോയിട്ടുണ്ട്. സോ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ് കൊഫോർജ്. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഏകദേശം ഈ ഒരു മാർക്ക് ചെയ്തേക്കുന്ന ഈ ഒരു ലെവലിൽ നമുക്ക് സ്റ്റോപ്പ് ലോസും വെക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റോക്ക് എൽടിം നിഫ്റ്റി 50 ഒരു സ്റ്റോക്കാണ്. ഇതും ഒരു സോഫ്റ്റ്വെയർ സ്റ്റോക്കാണ്, മീൻസ് IT സ്റ്റോക്കാണ്. സോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഇതൊരുപാട് ഓൾറെഡി അപ് ട്രെൻഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നൊരു സ്റ്റോക്കാണ്. ഇതിവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചും കൂടെ സൂം ഔട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവും. കണ്ടോ, ഓൾറെഡി അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കാണ്. ഇതിന് പുറമെ ഈ പറയുന്ന 5 സ്റ്റോക്സും RSI 60 കട്ട് ചെയ്ത സ്റ്റോക്കുകളാണ്. RSI 60 എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. RSI 60 കട്ട് ചെയ്ത സ്റ്റോക്കുകളെല്ലാം ഹൈ മൊമെൻറ്റം ഉള്ള സ്റ്റോക്കുകളാണ്. ഈ ഒരു എൽടിമിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ ഒരു പോയിൻ്റിൽ ഏകദേശം 6,350 റേഞ്ചിൽ ഒരു കിടിലൻ ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്. നല്ലൊരു ബ്രേക്കൗട്ടാണ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അടുത്ത ആഴ്ചയിലോട്ട് പരിഗണിക്കാവുന്ന ഒരു കിടിലൻ സ്റ്റോക്ക് കൂടെയാണ് എൽടിം. ഇത് ഈ ഒരു പോയിൻ്റിൽ കണ്ടോ, ഈ ഒരു പോയിൻ്റിൽ കറക്റ്റായിട്ട് ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ഇവിടെ ഇത് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ആ റെസിസ്റ്റൻസ് ഇപ്പോൾ ബ്രേക്ക് ആയിട്ടുണ്ട്. ആ റെസിസ്റ്റൻസ് ഓൾറെഡി ബ്രേക്ക് ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിലോട്ട് പരിഗണിക്കാവുന്ന നല്ലൊരു സ്റ്റോക്കാണ്. ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കാണ്. ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏകദേശം നിങ്ങൾക്ക് ഈ ഒരു പോയിൻ്റിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ടാർഗറ്റ് നിങ്ങളുടെ ഒരു റിസ്ക് അപ്പിറ്റേറ്റിംഗ് കപ്പാസിറ്റി അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക. 1:2 1:3 എങ്ങനെ. എന്തായാലും ഈ സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് തന്ന സ്ഥിതിക്ക് എന്തായാലും ഒരു 5% മിനിമം റിട്ടേൺ തരാൻ സാധ്യതയുണ്ട്. അടുത്തൊരു സ്റ്റോക്കാണ് ബർജർ പെയിൻറ്റ്. പിന്നെ നിങ്ങൾക്കറിയാം, FMCG സെക്ടർ ഈ ആഴ്ചയിലൊക്കെ നല്ല ട്രെൻഡിങ് ആയിട്ടുള്ള സെക്ടറാണ്. FMCGയിൽ നിന്നുള്ള ഒരു സ്റ്റോക്കാണ് ഇത്. ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി ബ്രേക്കൗട്ട് തന്ന സ്റ്റോക്കുകളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. RSI 60 റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സിൽ 60 കട്ട് ചെയ്ത ഹൈ മൊമെൻ്റം ഉള്ള സ്റ്റോക്കാണ്. സോ ഇത് ഈ സ്റ്റോക്ക് കണ്ടില്ലേ, ക്ലിയർ കട്ട്, വളരെ ക്ലിയർ ആയിട്ടുള്ള ഷാർപ്പ് കട്ടിങ്ങാണ് നടത്തിയിട്ടുള്ളത്. ഷാർപ്പായിട്ടുള്ള ബ്രേക്കൗട്ടാണ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന കിടിലൻ സ്റ്റോക്കാണ്. ഈ ഒരു റെസിസ്റ്റൻസ്, ഈ ഒരു ലെവലിൽ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് ഇവിടെ നമുക്ക് ബ്രേക്ക് ചെയ്യുന്നതായിട്ട് കാണാവുന്നതാണ്. ഇതിൻ്റെ ഒരു സ്റ്റോപ്പ് ലോസ് ഓൾ അറൗണ്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഏകദേശം ഈ ഒരു ലെവലിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് പരിഗണിക്കാവുന്നതാണ്.
പിന്നെ ടാർഗറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ ഒരു റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. എന്തായാലും ഒരു 5% മിനിമം ഒരു 5% എങ്കിലും റിട്ടേൺ തന്നിരിക്കും. ഇനി നെക്സ്റ്റ് സ്റ്റോക്ക് AU സ്മാൾ ഫിനാൻഷ്യൽ ബാങ്കാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റോക്ക്. ഇതിനകത്ത് എനിക്ക് ഓൾറെഡി ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു സ്റ്റോക്കും കൂടെയാണ് AU ഫിനാൻഷ്യൽ ബാങ്കും അതുപോലെ തന്നെ കൊഫോർജും. ഞാനിപ്പോൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഇതും ഓൾറെഡി ഈ ഒരു പൊസിഷനിൽ ബ്രേക്കൗട്ട് തന്നിട്ടിരിക്കുകയാണ്. 695 700 ഈ ലെവലിൽ നമുക്കൊരു ബ്രേക്കൗട്ട് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇത് ഇനി എന്തായാലും ഒരു 5% 6% റിട്ടേൺ തരാൻ സാധ്യതയുള്ള സ്റ്റോക്ക് തന്നെയാണ്. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഓൾറൗണ്ട് ഇവിടെ ഫിക്സ് ചെയ്യാം. നിങ്ങളുടെ റിസ്ക് കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾ ഫിക്സ് ചെയ്യാം. ഇതൊക്കെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കിടിലൻ സ്റ്റോക്കുകളാണ്. മിസ്സാകേണ്ട. ഒരു 90% അക്യൂറസി, അതായത് നിങ്ങളുടെ പോർട്ട്ഫോളിയോ നിങ്ങൾക്ക് പച്ച കളറിൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. 90% ചാൻസ് ഉണ്ട്. ഒന്നും നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കേസ് നമുക്ക് 100% പറയാൻ പറ്റത്തില്ലല്ലോ. സോ 90% ചാൻസ് ഉള്ള നല്ല കിടിലൻ സ്റ്റോക്കുകളാണ് ഇതൊക്കെ. ഓൾറെഡി നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പ്രത്യേകം കാര്യമുണ്ട്. ഇതെല്ലാം ഓൾറെഡി ബ്രേക്കൗട്ട് തന്ന സ്റ്റോക്കുകളാണ്. നെക്സ്റ്റ് ബജാജ് ഫിനാൻസ് ഓൾറെഡി ബ്രേക്കൗട്ട് തന്നിട്ടുള്ള സ്റ്റോക്കാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, കിടിലൻ ഏറ്റവും റെക്കമെൻഡബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോക്കും കൂടെയാണ് ബജാജ് ഫിനാൻസ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. 1 സെക്കൻഡ്. ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ്, ഇവിടെ ഒരു റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസിനെല്ലാം ബ്രേക്കൗട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ, നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോറി, ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കറക്റ്റായിട്ട് വലിയൊരു ഹെവി ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഫുൾ ബോഡി ആയിട്ടുള്ള ക്യാൻഡിൽ വന്നിട്ടുണ്ട്. ഈ 5 സ്റ്റോക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രോബബിലിറ്റി ഉള്ളൊരു സ്റ്റോക്ക് കൂടെയാണ് ഈ ബജാജ് ഫിനാൻസ്. നിങ്ങൾക്കറിയാം, നിഫ്റ്റി 50 സ്റ്റോക്കാണ്, ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആണ്, എല്ലാം കൊണ്ടും ഉഷാറായിട്ടുള്ള സ്റ്റോക്കാണ്. സോ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു അടിപൊളി സ്റ്റോക്കാണ് ഇത്. ഈ ഒരു പൊസിഷന് നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു 5 to 7% റിട്ടേണിന് ചിലപ്പോൾ ഈ പറയുന്ന 5 സ്റ്റോക്കുകളിലും ഞാൻ മനസ്സിലാക്കി തോന്നി 2 to 3 വീക്സ് എടുക്കും സാധാരണഗതിയിൽ. പക്ഷേ ഈ സ്റ്റോക്കുകളെല്ലാം സ്റ്റോക്കുകളൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഒരു 1 month ഹോൾഡ് ചെയ്യുമല്ലോ. പക്ഷേ ഈ സ്റ്റോക്കുകളെല്ലാം മിനിമം ഒരു 10 ദിവസം ഹോൾഡ് ചെയ്താൽ തന്നെ 5% റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉള്ളൊരു സാധ്യതയുണ്ട്. ഓൾറെഡി നിഫ്റ്റി ഇപ്പോൾ വീണ്ടും അപ്പായിട്ടുണ്ട്. സോ ഇത്രയേ ഉള്ളൂ. ഇതാണ് 5 സ്റ്റോക്കുകൾ. ഈ സ്റ്റോക്ക് നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസ് നടത്തുക, ഇൻവെസ്റ്റ് ചെയ്യുക. ബിഫോർ വൈൻഡപ്പ്, ഞാനൊരു വർക്കിംഗ് പേഴ്സണാണ്. ഞാൻ എൻ്റേതായിട്ടുള്ള ഒരുപാട് രീതിയിൽ സ്റ്റഡി ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിലോട്ട് ഈ 5 സ്റ്റോക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിൻ്റേതായിട്ടുള്ള അധ്വാനങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. സോ നിങ്ങളുടെ ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനൊക്കെയാണ് എൻ്റെ പ്രോത്സാഹനം. ഇതൊരുപാട് ആളുകളിലോട്ട് നിങ്ങളുടെ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുമ്പോൾ ഇതൊരുപാട് ആളുകളിലോട്ട് എത്തിപ്പെടാനും ഉപകരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ ഓക്കെ, ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.